ബംഗ്ലാദേശിൽ നിന്നുള്ള മുസ്ലിങ്ങളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരണം. സാംപിത്രോദയാണ് പറയുന്നത്. എന്തെങ്കിലും ഗൂഢലക്ഷ്യമുണ്ടോ? സംബിത്രോത ആരാണെന്നുകൂടെ അറിയണം. ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ ചെയർമാനാണ്. അതായത് ഇന്ത്യക്ക് പുറത്തുള്ള കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ. ഖാർഗയെ പോലെ ഇന്ത്യക്കകത്ത് ഖാർഗെ, ഇന്ത്യക്ക് പുറത്ത് സംബിത്രോത. വലിയ പദവിയാണല്ലോ. വിവിധ രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ്സുകാരുടെയൊക്കെ അധ്യക്ഷനാണ്. സംബിത്രോത രാഹുൽ ഗാന്ധിയുടെ വളരെ അടുത്ത ആളാണ്. രാഹുൽ ഗാന്ധിയുടെ ഉപദേശകനാണ്. രാഹുലിൻ്റെ അച്ഛൻ രാജീവ് ഗാന്ധിയുടെ ഉപദേശകനായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ വലിയ ടെലിഫോൺ വിപ്ലവമൊക്കെ കൊണ്ടുവന്ന ആളാണ്. നമ്മുടെ നാട്ടിൽ പബ്ലിക് കോൾ ബൂത്തുകൾ അല്ലേ, എല്ലായിടത്തും പണ്ട് STD ISD ഒക്കെ വിളിക്കുക എന്ന് പറഞ്ഞാൽ ട്രങ്ക് കോൾ ബുക്ക് ചെയ്തൊക്കെ കാത്തിരിക്കണമായിരുന്നു. പക്ഷെ നമ്മുടെ നാട്ടിലൊക്കെ ടെലിഫോൺ ബൂത്തുകൾ രാജ്യത്ത് ഇപ്പോൾ കാണാനില്ല. മൊബൈൽ വന്നുകൂടെ അതില്ലാണ്ടായി. അതിനു മുമ്പ് എല്ലായിടത്തും ടെലിഫോൺ ബൂത്തുകളുണ്ടായിരുന്നു. ബൂത്തുകളിൽ പോയി നമ്മളൊക്കെ വിളിച്ചിട്ടുണ്ട്. അതെ, അങ്ങനെ ടെലിഫോൺ ബൂത്തുകളൊക്കെ കൊണ്ടുവന്ന് ഇന്ത്യയിൽ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവം തുടങ്ങിയത് സാംപിട്രോടെയാണ്. തർക്കമൊന്നുമില്ലാത്ത കാര്യമാണ്. പിന്നെ എനിക്ക് തോന്നുന്നു ഈ പണ്ടിങ്ങനെ കറക്കി ഇങ്ങനെ വിളിക്കുന്ന ഫോണുണ്ടല്ലോ, അത് മാറ്റിയിട്ട് ബട്ടൺ വെച്ച് ഞെക്കുന്ന ഫോണുകളും ആ കാലയളവിലാണ് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യപ്പെട്ടത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ടെലികമ്മ്യൂണിക്കേഷൻ വിപ്ലവത്തിന് തുടക്കമിട്ടു എന്നുള്ളത് നമ്മൾ അംഗീകരിക്കാതെ അറിയില്ല. പക്ഷേ അദ്ദേഹം കുറേ കാലമായി രാഹുൽ ഗാന്ധിയെ ഉപദേശിച്ച് കുഴിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ച് പിത്രോദ പറയുന്നു രാഹുൽ പുറത്തോട്ട് വിടുന്നു. ഓർക്കുന്നില്ലേ, പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിന് മുമ്പ് പിത്രോദ 2 സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. ഒന്ന്, ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിലെ ആളുകൾ വിദേശത്തുള്ള മംഗോളിയക്കാരെ പോലെയാണ് എന്നൊക്കെ പറഞ്ഞ് സ്റ്റേറ്റ്മെൻറ്റ്, റേസിസം വരുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കി. അതിൻ്റെ പേരിൽ വലിയ വിവാദം ഉണ്ടായി. ഈ ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസിൻ്റെ പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് രാഹുൽ ഗാന്ധി പിത്രോദയെ മാറ്റി. അതിനുശേഷം പിന്നീട് പറഞ്ഞു ഇന്ത്യയിൽ ഇൻഹെറിറ്റൻസ് ടാക്സ് വേണം. അതായത് ഇൻഹറൻസ് ടാക്സ്, അതായത് പൂർവിക സ്വത്ത് നമുക്ക് കിട്ടുകയാണെങ്കിൽ അതിൻ്റെ 60% നമ്മൾ ടാക്സ് ആയിട്ട് മേടിക്കണം, സ്വന്തമായിട്ട് അധ്വാനിച്ചുണ്ടാക്കാത്ത ആണെങ്കിൽ. അതുകൂടാതെ സ്വത്ത് പിടിച്ചെടുക്കണം. ഒരു നിശ്ചിത ഇതിൽ കൂടുതൽ സ്വത്തുണ്ടെങ്കിൽ അവരുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുത്ത് മറ്റുള്ളവർക്ക് വിതരണം ചെയ്യണം. ഈ മറ്റുള്ളവർ ആരാണെന്നും പുള്ളി പറഞ്ഞു. മൻമോഹൻ സിംഗ് പറഞ്ഞതുപോലെ ഇന്ത്യയിലെ എല്ലാ വിഭവങ്ങളുടെയും പ്രാഥമികമായ അവകാശികൾ ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങളായ മുസ്ലിമുകളാണ്. പ്രൈമറി ആയിട്ട് അവർക്കാണ് കൊടുക്കേണ്ടത്, പ്രാഥമിക അവകാശികൾ അവരാണ് എന്ന് മൻമോഹൻ സിംഗ് പറഞ്ഞത് തന്നെയാണ് സാംപിത്രോദയും പറഞ്ഞത്. അതായത് നമ്മുടെയൊക്കെ സ്വത്ത് പിടിച്ചെടുത്തിട്ട് എന്ത് ചെയ്യണം, അത് അവർക്ക് കൊടുക്കണം എന്നാണ് പറഞ്ഞത്. അത് രാഹുൽ ഗാന്ധിയും പറഞ്ഞു. അത് മോദി ഇത് ആവർത്തിച്ച് പറഞ്ഞപ്പോൾ വലിയ പ്രശ്നമായി. പിന്നീട് നമ്മൾ കണ്ടു വഖഫ് ബോർഡിനെ കുറിച്ചാണ് മോദി ഉദ്ദേശിച്ചത്. എല്ലാവരുടെയും സ്വത്ത് പിടിച്ചെടുത്ത് മുസ്ലിങ്ങൾക്ക് കൊടുക്കും, അതിനുള്ള നിയമമാണ് വഖഫ് കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് അതിന് ശേഷം ബോധ്യപ്പെട്ടു. പക്ഷേ തെരഞ്ഞെടുപ്പിന് മുമ്പ് സാംപിത്രോദയെ പുറത്താക്കി. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ സാംപിത്രോദയെ വീണ്ടും തിരിച്ചു കൊണ്ടുവന്നു. ആ സാംപിത്രോദയാണ് ഇപ്പോൾ പറയുന്നത്. അതായത് നോക്കൂ, നമ്മളിപ്പോൾ ഈ ഇന്ത്യയിൽ ഇപ്പം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്, ലോകം മുഴുവൻ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്താണ്, ഈ അഭയാർത്ഥികളുടെ നുഴഞ്ഞുകയറ്റക്കാരെ കുറിച്ചിട്ടാണ്. ട്രംപാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഇന്ത്യയിലും ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മൾ ചർച്ച ചെയ്യേണ്ട ആഗോള താപനം, ഭൂമിയുടെ ഭാവി, ഇതൊക്കെയാണ് ചർച്ച ചെയ്യേണ്ടത്. ഇപ്പോൾ ഇന്ത്യയും ഇപ്പോൾ ഈ വഴിക്ക് പോവുകയാണ്. നോക്കൂ, പാവപ്പെട്ട നുഴഞ്ഞുകയറ്റക്കാരെ ഇന്ത്യയും വേട്ടയാടുന്നത് ആരാണ്? പാവപ്പെട്ട നുഴഞ്ഞുകയറ്റക്കാരെ. അവരൊരുപാട് കഷ്ടപ്പെട്ടാണ് വരുന്നത്. ശരി, അതിർത്തി നൂണ്ടൊക്കെ വരാൻ വലിയ കഷ്ടപ്പാടാണ്. മുള്ളുവേലിയൊക്കെ നൂണ്ട് രാത്രിയുടെ മറവിൽ ഒരു തരത്തിൽ കയറിപ്പറ്റി വരികയാണ്. പിന്നെ വന്നു കഴിഞ്ഞാൽ അവിടുന്ന് കൽക്കട്ടയിൽ അല്ലെങ്കിൽ ആസാമിൽ വന്ന് അവിടുന്ന് വേറെ കള്ളവണ്ടി കയറി തിരിച്ച് കേരളത്തിലൊക്കെ വന്ന് ജീവിക്കുന്നുണ്ടെങ്കിൽ ഒത്തിരി കഷ്ടപ്പാട്. പേര് മാറ്റണം, വ്യാജ ആധാർ കാർഡ് ഉണ്ടാക്കണം, വ്യാജ ഇലക്ഷൻ ID ഉണ്ടാക്കണം, റേഷൻ കാർഡ് ഉണ്ടാക്കണം, വലിയ കഷ്ടപ്പാടാണ്. വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കണം. വേണ്ട 10,000-ഓളം വ്യാജ ബർത്ത് സർട്ടിഫിക്കറ്റുകൾ മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് സർക്കാർ കണ്ടുപിടിച്ചപ്പോൾ 3 താലൂക്കിൽ നിന്ന് 10,000-ഓളം ഡ്യൂപ്ലിക്കേറ്റ് ബർത്ത് സർട്ടിഫിക്കറ്റ് എല്ലാം ബംഗ്ലാദേശിൽ നിന്ന് വന്നവന്മാരാണ് ഇവിടെ വന്ന് വ്യാജമായിട്ട് ഉണ്ടാക്കുക, പ്രിൻ്റ് ചെയ്തെടുക്കുകയാണ്. എന്നിട്ട് ഈ ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടിയ രേഖയായല്ലോ, ഇന്ത്യയിൽ ജനിച്ചു, ഇന്ന ആശുപത്രിയിൽ ഇന്നടത്ത് ജനിച്ചു. ഇതും കൊണ്ടുപോയി അടുത്ത ആധാറിന് അപേക്ഷിക്കുക, റേഷൻ കാർഡിന് അപേക്ഷിക്കുക, എന്നിട്ട് ഇന്ത്യയിൽ കൂടുക. കേരളത്തിലാണ് ഈ ഇടതുപക്ഷ യൂണിയൻ ഈ അതിഥി തൊഴിലാളികൾക്ക് വീട്, മറ്റേ ലൈഫ് പദ്ധതി പ്രകാരം ഒരു വീട് കിട്ടി, അവർക്ക് റേഷൻ കാർഡ് കൊടുക്കുന്നു, അവർക്ക് ആനുകൂല്യം കൊടുക്കുന്നു, വോട്ടർ പട്ടികയിൽ ചേർക്കുന്നു. ഇടതുപക്ഷ യൂണിയനുകൾ ചെയ്തുകൊണ്ടിരിക്കുക. വാർത്തയായിരുന്നു. AITUC അഭിമാനത്തോടെ പറഞ്ഞു, ഞങ്ങൾ ഇത്ര ആയിരക്കണക്കിന് അന്യസംസ്ഥാന തൊഴിലാളികളെ, അവർ അതിഥി തൊഴിലാളികളാണ്, ഇവിടുത്തെ ലിസ്റ്റ് ചേർത്ത് നമ്മളവരെ വോട്ടർമാരായി മാറ്റിക്കൊണ്ടിരിക്കുകയാണെന്ന്. ഇനി കുറേ കഴിയുമ്പോൾ ബംഗാളി MLA പഞ്ചായത്ത് മെമ്പറൊക്കെ വരും നമുക്ക്.
കാരണം എല്ലാം ഈ നന്ദി ഉണ്ടാവുമല്ലോ, ഏത് പാർട്ടിക്കാരനാണോ ചേർത്ത് വരുന്നത് അവർക്കല്ലേ വോട്ട് ചെയ്യുള്ളൂ. അതവിടെ നിൽക്കട്ടെ. ഇപ്പോൾ പറയുന്നത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ബംഗ്ലാദേശിൽ നിന്ന് അവർ വരുന്നത്. അവർ പാവപ്പെട്ട മുസ്ലിമുകൾ കൂടിയാണ്. അതുകൊണ്ട് അവരെ ഇവിടെ നമ്മൾ താമസിപ്പിക്കണം. നമുക്ക് ഇത്തിരി കഷ്ടപ്പാട് വരുമായിരിക്കും അവർ വന്നാൽ, അത് കുഴപ്പമില്ല. നമ്മുടെ മൊത്തമുള്ള വിഭവങ്ങളിൽ നിന്ന് കുറച്ച് അവർക്ക് കൊടുത്താൽ മതി. ആർക്ക്? രേഖകളില്ലാതെ ബംഗ്ലാദേശിൽ നിന്ന് കഷ്ടപ്പെട്ടു വരുന്നവർ ന്യൂനപക്ഷ വിഭാഗമായ, അവിടെ ഭൂരിപക്ഷമാണേ, അവിടുത്തെ ന്യൂനപക്ഷത്തിനെ അവർ പെട്രോൾ ഒഴിച്ച് കത്തിച്ചുകൊണ്ടിരിക്കുക, ന്യൂനപക്ഷക്കാരായ ഹിന്ദുക്കളെയും ക്രിസ്ത്യാനികളെയും ഒക്കെ. പക്ഷേ അവിടുത്തെ ഭൂരിപക്ഷം ഇവിടുത്തെ ന്യൂനപക്ഷക്കാരായതുകൊണ്ട് അവർക്ക് നമ്മൾ അവരോട് ദയയോടെ പെരുമാറണം. അവർ നിയമവിരുദ്ധമായി വന്നാൽ എന്താ കുഴപ്പം, നമ്മൾ അവരെ സ്വീകരിക്കണം. ഇതാണ് സാംപിത്രോത പറയുന്നത്. എന്നിട്ട് എന്ത് ചെയ്യണം? എന്നിട്ട് അവരെ നമ്മുടെ നാട്ടിലെ വോട്ടർമാരാക്കണം. വോട്ടർമാരാക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അവർ കുത്തിക്കോളും. ആർക്ക്? പിത്രോദയുടെ പാർട്ടിക്ക് കുത്തിക്കോളും. അപ്പോൾ നമ്മൾ നോക്കൂ, ഞാൻ ഈ സാംപിത്രോത ഇത് പറഞ്ഞല്ലോ, സാംപിത്രോദയുടെ ശബ്ദം നമ്മൾ തെരഞ്ഞെടുപ്പിന് ശേഷം കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടില്ല. ബംഗ്ലാദേശിലെ നിന്ന് നുഴഞ്ഞു കയറി വരുന്ന ഹിന്ദുക്കൾക്ക് പാവം അതുങ്ങളെ നമ്മളിങ്ങോട്ട് കയറ്റി വിടുന്നില്ല. കൽക്കത്ത വഴി കയറ്റി വിടുന്നുണ്ടായിരുന്നു. അന്നേരമാണ് മമത നുഴഞ്ഞുകയറ്റത്തിനെതിരെ പറഞ്ഞത്. എന്നിട്ട് മുസ്ലിം ഭൂരിപക്ഷമുള്ള സ്ഥലങ്ങളിൽ RSSകാരും BJPക്കാരും BSFകാരും കൂടെ ചേർന്നിട്ട് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷമുള്ള പശ്ചിമ ബംഗാളിലെ ജില്ലകളിൽ ബംഗ്ലാദേശിൽ നിന്നുള്ള ഹിന്ദുക്കളെ കൊണ്ട് താമസിപ്പിക്കുന്നു എന്നൊരു ആക്ഷേപമായിട്ട് മമത ഒരു 2-3 ആഴ്ച മുമ്പ് വന്നിരുന്നു. BSFനെ കുറ്റപ്പെടുത്തിക്കൊണ്ടാണ്. ഇത് കേന്ദ്രം അറിഞ്ഞ് ചെയ്യുന്ന പണിയാണ്. ആരെ കൊണ്ടുവന്നതിനാണ്? അവിടെ നിന്ന് രക്ഷയില്ലാതെ, ജീവിക്കാൻ നിവൃത്തിയില്ലാതെ വേട്ടയാടപ്പെട്ട് ഓടി വന്ന ഹിന്ദുക്കൾ വന്നതിനാണ് മമത നിലവിളിച്ചത്. അതേ മമത അംഗമായ ഇന്ത്യ മുന്നണിയുടെ പ്രധാനപ്പെട്ട നേതാവ്, ബുദ്ധികേന്ദ്രമായ സാംപിത്രോതയാണ് ഇപ്പോൾ പറയുന്നത്, ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് വന്നാൽ എന്താ, നമ്മൾ ഇത്തിരി കഷ്ടപ്പാടുണ്ടായ സഹിക്കണം. ഇവൻ അമേരിക്കയിലാണ്, ഇയാൾ അമേരിക്കയിലിരിക്കുകയാണ്. അമേരിക്കയിലെ എല്ലാ സൗകര്യത്തിലും പ്രവാസിയായിരുന്നിട്ട് പറയാണ്, ബംഗ്ലാദേശി മുസ്ലിംസ് റോഹിംഗ്യൻസ് ഇന്ത്യയിലോട്ട് വന്നോട്ടെ, ഇന്ത്യക്കാർക്ക് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. അത് പുള്ളി സമ്മതിക്കുന്നുണ്ട്, ഇത്തിരി ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ നമ്മളങ്ങ് സഹിക്കുക. അവർ ന്യൂനപക്ഷങ്ങളല്ലേ. അതുകൊണ്ട് നിങ്ങളുടെ ഒരു ചെറിയ പങ്ക് അവർക്ക് കൊടുത്താൽ മതി. നിങ്ങൾക്ക് 10 സെൻറ്റ് ഉണ്ടെങ്കിൽ ഒരു 5 സെൻറ്റ് അവന് കൊടുക്കുക, ചെറിയ പങ്ക്. നിങ്ങളുടെ വീട്, നിങ്ങൾക്ക് ഒറ്റ വീടേ ഉള്ളെങ്കിൽ ഒരു 5 മുറിയുള്ള വീട് 2 മുറി അവന് കൊടുത്ത് താമസിപ്പിക്കുക. അങ്ങനെയൊക്കെ ചെയ്തുകൂടെ? ഇതാണ് പിത്രോത ചോദിക്കുന്നത്. ഇത് കോൺഗ്രസിൻ്റെ നയമാണോ? ആവണമല്ലോ. കാരണം അവരിപ്പോൾ ആകെ കോൺഗ്രസ്സിന് ഇന്ത്യയിൽ ഒരു ജനവിഭാഗം മാത്രമേ ഉള്ളൂ. മുമ്പ് നേരത്തെ ന്യൂനപക്ഷത്തിൻ്റെ പരിധിയിൽ ക്രൈസ്തവരും കൂടെ വരുമായിരുന്നു. ഇപ്പോൾ ക്രൈസ്തവരെ വേണ്ട. ആകെ കേരളത്തിലായാലും കാശ്മീരിലായാലും അവർക്കാകെ വേണ്ടത്, കോൺഗ്രസ്സിന് വേണ്ടത് ഒരൊറ്റ ജനവിഭാഗത്തെ മാത്രമാണ്. അവരാണ് സംഘടിത വോട്ട് ബാങ്ക്. അവരെ മാത്രം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും? കുംഭമേളയെ തള്ളിപ്പറയും, ശ്രീരാമക്ഷേത്രത്തെ തള്ളിപ്പറയും, ഗംഗയെ തള്ളിപ്പറയും, വേണ്ടി വന്നാൽ സ്വന്തം അച്ഛനെയും തള്ളിപ്പറയും. കാരണം രാഹുൽ ഗാന്ധിയുടെ അച്ഛൻ രാജീവ് ഗാന്ധി ഹിന്ദു ആണെന്ന് ഭാവിച്ചിരുന്ന ഒരാളാണ്. അല്ലേ? ഹിന്ദു ആണോന്ന് എനിക്കറിയില്ല, എങ്ങനെ ഹിന്ദു ആവുമെന്നും എനിക്കറിയത്തില്ല. ഫിറോസ് ഖണ്ഡിയും ഇന്ദിരാഗാന്ധിയും തമ്മിലുണ്ടാവുന്ന ബന്ധത്തിലെ മകൻ എങ്ങനെ ഹിന്ദു ആവും? പാഴ്സി അല്ലായിരുന്നോ? ഫിറോസ് ജഹാംഗീർ ഖണ്ഡി അല്ലായിരുന്നോ? അപ്പോൾ എങ്ങനെ ഹിന്ദു ആവുക? ഇനി ആര്യ സമാജത്തിൽ പോയി ഹിന്ദുവായിട്ട് ചേർന്നിട്ടുണ്ടോയെന്നറിയില്ല. എന്നാലും ഒരു പ്രച്ഛന്ന ഹിന്ദുവായിരുന്നു. രാഹുൽ ഗാന്ധി അതുപോലുമല്ല. ഇപ്പോൾ അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠ നടത്തിയിട്ട് 1 വർഷം കഴിഞ്ഞു. രാഹുലോ സോണിയോ പ്രിയങ്കയോ ആ വഴിക്ക് പോയിട്ടില്ല. സാറിനൊരു കലാപരിപാടി ഉണ്ടല്ലോ, ശൂലമൊക്കെ പിടിച്ചുകൊണ്ട് ഈ പിങ്കി പോലും പപ്പുമോളും കൂടെ നിൽക്കുന്ന ചില ഫാൻസി ഡ്രസ്സൊക്കെ വരാറുണ്ട്. രാമക്ഷേത്രത്തിൽ പോയിട്ടില്ല. ഇന്നലെ ഖാർഗെ ഇത് പറഞ്ഞ് ഈ ഗംഗാ സ്നാനത്തെയും കുംഭമേളയെയും ഹിന്ദുക്കളെയും ഒക്കെ ആക്ഷേപിച്ച് ഖാർഗെ പ്രസ്താവന ഇറക്കിയ ഇന്നലെ അവരുടെ സഖ്യകക്ഷിയായ SP-യുടെ സമാജ് വാദി പാർട്ടിയുടെ സുപ്രീമോ ആയിട്ടുള്ള അഖിലേഷ് യാദവ് ഗംഗയിൽ പോയി സ്നാനം ചെയ്തു. ഉത്തർപ്രദേശിൽ. കാരണം മനസ്സിലായി, അഖിലേഷിന് അറിയാം ഉത്തർപ്രദേശിൽ പ്രധാനപ്പെട്ട പാർട്ടിയാണ്. കോൺഗ്രസ് ഇല്ലല്ലോ അവിടെ. ആനിക് സ്പ്രേ പോലെയല്ലേ, പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാൻ. SP-യുടെ ദേവിൽ അങ്ങനെ അവരുടെ പിന്നാമ്പുറത്ത് അവർ കഴിച്ചിട്ട് മിച്ചമുള്ള വല്ലതും ഉണ്ടെങ്കിൽ കൊടുത്ത് പെറുക്കി തിന്നുകൊണ്ടിരിക്കുന്ന ഒരു പെറുക്കി പാർട്ടിയായിട്ട് ആണ് ഉത്തർപ്രദേശ് ഒരു കാലത്ത് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന കോൺഗ്രസ്. ആലോചിക്കണം. ഉത്തർപ്രദേശ് ഒരു കാലത്ത് ഒറ്റയ്ക്ക് ഭരിച്ചിരുന്ന കോൺഗ്രസ് ഇതങ്ങനെ പെറുക്കി പാർട്ടിയായി, പരിയാമ്പുറത്ത് വീട് കിട്ടുന്നത് പെറുക്കി തിന്നുന്ന പാർട്ടിയായി മാറിയത് എങ്ങനെയെന്ന് വെച്ചാൽ, കോൺഗ്രസ് കാലാകാലങ്ങളിൽ എടുത്തു പോന്ന ഹിന്ദുത്വ നിലപാടുണ്ടല്ലോ, ഹിന്ദുക്കളെ പരിഗണിക്കുന്ന നിലപാട്. ഹിന്ദു പാർട്ടിയാവണ്ട, അതിലുള്ള ഹിന്ദുക്കളെ പരിഗണിക്കുക, ഹിന്ദുക്കളുടെ ആഘോഷങ്ങളോട് നെറ്റി ചുളിക്കാതിരിക്കുക,
അതിനെ വെൽക്കം ചെയ്തു ഒക്കെയാണ് പോകുന്നത്. അപ്പോൾ അഖിലേഷിൻ്റെ പാർട്ടി മുസ്ലിം പ്രീണനം, യാദവ് മുസ്ലിം അല്ലേ, അതെ, മുസ്ലിം യാദവ് പാർട്ടിയായിട്ട് അറിയപ്പെടുന്ന അഖിലേഷ് യാദവ് പോയി അവിടെ ഗംഗയിൽ കുളിച്ചത്, കുംഭമേളയിൽ പോയി കുളിച്ചത് അദ്ദേഹത്തിന് അറിയാം എൻ്റെ വോട്ട് ബേസ് എനിക്ക് ഹിന്ദുക്കളെ പടങ്ങിയ നിൽക്കാൻ പാടില്ല എന്നത്. കോൺഗ്രസ് ആവട്ടെ കാലങ്ങളായി ഹിന്ദുക്കളെ വെറുപ്പിച്ച് ഹിന്ദുക്കൾ ഇനി വേണ്ട, ഞങ്ങളൊരു മുസ്ലിം ലീഗിൻ്റെ ഒരു എക്സ്റ്റൻഡഡ് വേർഷനാണ് എന്ന തരത്തിൽ നിരന്തരം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് കോൺഗ്രസ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഇന്ത്യക്ക് ബംഗ്ലാദേശിൽ നിന്ന് റോഹിംഗ്യൻസ് ഇങ്ങോട്ട് വന്നാൽ ഇവിടെ ഉണ്ടാകുന്ന കുഴപ്പങ്ങൾ എന്താണെന്ന് സാം പിട്രോഡയ്ക്ക് അറിയേണ്ട. മാത്രമല്ല പിട്രോഡ ഇന്നലെയാണ് ഇത് പറഞ്ഞത്. ഇന്നലെ ഇത് പറയാനുള്ള കാരണം ഞാൻ മനസ്സിലാക്കുന്നതെന്നറിയോ, 25-ാം തീയതി ട്രംപ് പ്രഖ്യാപിച്ചു ബംഗ്ലാദേശിന് ഇനി എന്ത് കൊടുക്കത്തില്ല, എയ്ഡില്ല, ഒരു സാമ്പത്തിക സഹായമില്ല, ഭക്ഷ്യധാന്യങ്ങൾ പോലും കൊടുക്കത്തില്ല എന്ന് പറഞ്ഞു. വലിയ പട്ടിണിയാവും, അവിടുന്ന് അവർ ഓടി വരും. അതുകൂടാതെ ബംഗ്ലാദേശിലുള്ള 5 ലക്ഷത്തോളം റോഹിംഗ്യൻസിന് ചെലവിനുള്ള കാശും അമേരിക്ക കൊടുക്കുന്നത്, അതും കട്ട് ചെയ്തു. അപ്പം ബംഗ്ലാദേശിക്ക് തിന്നാൻ ഒന്നുമില്ല, അപ്പോൾ ഇവർക്ക് എന്ത് കൊടുക്കും, റോഹിംഗ്യൻസിന്. അപ്പോൾ ബംഗ്ലാദേശികളും റോഹിംഗ്യൻസും പട്ടിണിയാവുമ്പോഴത്തേക്ക് അവർക്ക് പോകാനുള്ള ഏക ഇടമായി പിത്രോദ കാണുന്നത് ഇന്ത്യയാണ്. അവരെ ഇന്ത്യ തുറന്നു വിട്ടാൽ അവർ ഇന്ത്യയിലേക്ക് വന്നേക്കും. അപ്പം ഈ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന സാമ്പത്തിക ഉപരോധം കൊണ്ട് ബംഗ്ലാദേശിൽ വലിയ കുഴപ്പമുണ്ടാവും. അതുകൊണ്ട് ബംഗ്ലാദേശികൾ ഇന്ത്യയിലേക്ക് വരട്ടെ എന്നാണ് പിത്രോദ പറയുന്നത്. ആലോചിച്ച് നോക്കൂ, ഇപ്പോൾ രാഹുൽ ഗാന്ധി ആയിരുന്നു ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്നെങ്കിൽ എന്ത് ചെയ്യുമായിരുന്നു? പിത്രോദ ഉപദേശിക്കും, രാഹുൽ ഗാന്ധി അതിർത്തി തുറന്ന് ബംഗ്ലാദേശി മുസ്ലിംസിനെയും റോഹിംഗ്യ മുസ്ലിംസിനെയും രാഹുൽ ഗാന്ധി ഇങ്ങോട്ട് സ്വീകരിക്കുമായിരുന്നോ? അല്ലേ? അപ്പോൾ മോദി അധികാരത്തിൽ വന്നത് എന്തുകൊണ്ടും നന്നായി. ഇല്ലെങ്കിൽ ബംഗ്ലാദേശിൽ നിന്ന് ഒരു 10 ലക്ഷം പേര് മിനിമം ഇന്ത്യയിലേക്ക് വരുമായിരുന്നു. ഇവർക്ക് റേഷൻ കാർഡും ആധാറും വീടും ഒക്കെ കൊടുത്ത് ഇവിടെ പുറപ്പിക്കുമായിരുന്നു. കോൺഗ്രസിൻ്റെ തനിനിറം പുറത്തു വന്നിരിക്കുകയാണ് ഒരിക്കൽ കൂടി. പിത്രോദ പറയുന്നത് പോലെ ബംഗ്ലാദേശികൾ വന്ന് നമ്മളെ പെരുമ്പാവൂരിലെ ജിഷയെ പോലെ അങ്ങനെ കേരളത്തിലെ പല ഭാഗത്തും നടക്കുന്ന, ഇന്ത്യയുടെ പല ഭാഗത്തും നടക്കുന്ന കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുന്ന ബംഗ്ലാദേശികളുടെ എണ്ണം കൂട്ടി ഇന്ത്യയെ അസ്ഥിരപ്പെടുത്തുകയും കോൺഗ്രസ്സിന് വോട്ട് സ്ഥിരപ്പെടുത്തുകയും ചെയ്യാനുള്ള ഒരു ഗൂഢപദ്ധതിയുടെ ആലോചനയാണ്. പക്ഷെ അത് വെറുതെ പറയാനേ പറ്റത്തുള്ളൂ. ഇവർ വിചാരിച്ചാൽ നടക്കില്ല. ഭരണമില്ലല്ലോ. ഭരണമുണ്ടായിരുന്നെങ്കിൽ ഇതൊക്കെ ചെയ്യുമായിരുന്നു. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽബട്ടനും അമർത്തുക.